നമസ്കാരം. ഞാൻ ഡോക്ടർ ജേക്കബ് ജോർജ്, SUT ആശുപത്രി പട്ടത്തിലെ സീനിയർ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ്. പല പ്രാവശ്യം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കുടുംബത്തിൽ ഒരാൾക്ക് വൃക്കരോഗങ്ങളുണ്ട്, അപ്പം ബാക്കി കുടുംബാംഗങ്ങൾക്ക് വൃക്കരോഗം വരാനുള്ള സാധ്യതകളുണ്ടോ എന്ന്. ഇതൊരു വളരെ പ്രധാനമായ ഒരു ചോദ്യമാണ്. ഈ വൃക്കരോഗങ്ങൾ ചിലപ്പം ജനറ്റിക്കായിട്ട് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ചില അസുഖങ്ങൾക്ക് റിസ്ക് ഫാക്ടേഴ്സേ ഉള്ളൂ. അത് ആ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ വൃക്ക തകരാർ വരാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ വൃക്കരോഗങ്ങൾ പലതരത്തിലാണ് ഉള്ളത്. പ്രധാനമായിട്ട് പ്രമേഹ രോഗം അല്ലാതെ ഡയബറ്റീസ്, പിന്നെ രക്തസമ്മർദ്ദം, പിന്നുള്ള വേറെ പലതരം ഗ്ലോമറുലാർ ഡിസീസസ് ഉണ്ട്. ചില കിഡ്നിക്കകത്ത് സിസ്റ്റിൻ്റെ അസുഖങ്ങളുണ്ട്. വൃക്കകൾക്ക് കല്ലുകൾ കൊണ്ട് വൃക്ക തകരാർ വരാം. പിന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ മുതലായ പല കാരണങ്ങൾ കൊണ്ട് വൃക്ക തകരാർ വരാം. നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാന കാരണം ലോകമെമ്പാടും പ്രമേഹ രോഗം അല്ലെങ്കിൽ ഡയബറ്റീസാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡയബറ്റീസ് ഒരു ജനറ്റിക് ഡിസീസ് അല്ലെങ്കിലും പാരമ്പര്യമായിട്ട് പോകുന്ന ഒരു അസുഖമാണ്. ഒരു കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു 40% റിസ്ക്കാണ് അവർക്കും ഭാവിയിൽ പ്രമേഹ രോഗം വരാൻ. നേരെ മറിച്ച് 2 മാതാപിതാക്കൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഒരു 70% റിസ്ക്കാണ് കുട്ടികൾക്ക് ഭാവി പ്രമേഹ രോഗം വരാൻ. പക്ഷേ ഈ റിസ്ക് ഉണ്ടെങ്കിലും നമുക്കത് വരാതിരിക്കാൻ നമുക്കത് തടയാൻ സാധിച്ചേക്കും. ജീവിതശൈലിയും ആഹാരക്രമവും അമിതമായ വണ്ണം വയ്ക്കാതിരിക്കാനും പിന്നെ വ്യായാമം, ഇതുകൊണ്ട് നമുക്ക് ഈ പ്രമേഹ രോഗം വരാനുള്ള സാധ്യതകൾ നമുക്ക് കുറയ്ക്കാൻ സാധിച്ചേക്കും. അതേപോലെയാണ് രക്തസമ്മർദ്ദം. നമുക്കറിയാം പാരമ്പര്യമായിട്ട് രക്തസമ്മർദ്ദമുള്ള കുടുംബങ്ങളിൽ കുട്ടികൾക്കും പിന്നെ സഹോദരന്മാർക്കൊക്കെ ബ്ലഡ് പ്രഷർ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതിന് പ്രധാന കാരണം അങ്ങനത്തെ തരുന്ന ആളുകൾക്ക് അവർക്കൊരു വൃക്കയിൽ ഉപ്പ് കളയാനുള്ള കപ്പാസിറ്റി കുറവാണ്. അപ്പോൾ ഉപ്പുള്ള ആഹാരം കൂടുതൽ കഴിക്കുവാണെങ്കിലും അവർക്ക് രക്തസമ്മർദ്ദം പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾക്ക് നമുക്ക് പറയാം, ഉപ്പിൻ്റെ അംശം കുറയ്ക്കുക, അതേസമയം അതേപോലെ ബ്ലഡ് പ്രഷർ കൂടാതിരിക്കാനുള്ള അമിതമായ വണ്ണം കുറയ്ക്കുക, ആഹാരക്രമം, ഇതൊക്കെ കൊണ്ട് നമുക്ക് ബ്ലഡ് പ്രഷർ വരാതിരിക്കാനുള്ള നമുക്ക് സ്റ്റെപ്സ് എടുക്കാൻ സാധിച്ചേക്കും. ഇതുകൊണ്ട് നമുക്ക് വൃക്ക ഡാമേജ് വരാതിരിക്കാൻ നമുക്ക് സാധിച്ചേക്കും. ഇതല്ലാതെ ജനറ്റിക്കലായിട്ട് പ്രീഡിസ്പോസ് ചെയ്ത് കുറേ അസുഖങ്ങളുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുമാതിരി 100% ജനറ്റിക്കൽ ട്രാൻസ്മിഷൻ വരും. പക്ഷേ വൃക്ക ഡാമേജ് വരാതിരിക്കാൻ നമുക്ക് കുറേ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം. അതേ സമയത്ത് വൃക്ക ഡാമേജ് വന്നു കഴിഞ്ഞാലും വർദ്ധിക്കാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് ചെയ്യാം. ഇതിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ജനറ്റിക്കലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ഓട്ടോസോമൽ ഡോമിനൻറ്റ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 1000 ആളുകളിൽ ഒരാൾക്ക് ഇതിൻ്റെ ഒരു ജീനുണ്ട്, ഓട്ടോസോമൽ ഡോമിനൻറ്റ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസിൻ്റെ ജീനും. പലതരം ജീൻസ് ഉണ്ട് അതിൽ ചിലത് ഈ ക്രോമോസോം 16 ആണെങ്കിൽ ADPKD ടൈപ്പ് 1 എന്ന് പറയും. ഇവർക്ക് ഒരു 60% ആളുകൾക്ക് ഭാവിയിൽ വൃക്ക തകരാർ വരാം. നേരെ മറിച്ച് ടൈപ്പ് 2 ആണെങ്കിൽ വൃക്ക ഡാമേജ് വരാനുള്ള സാധ്യതകൾ സ്വല്പം കൂടി കുറവാണ്. അപ്പോൾ ഈ ജീന് ഒരു 100% ട്രാൻസ്മിഷൻ ഉണ്ടെങ്കിലും ഒരു സെക്കൻഡ് ഹിറ്റ് വേണം. അപ്പം വേറൊരു എൻവയൺമെൻറ്റൽ സ്ട്രെസ് കൊണ്ടാണ് വൃക്ക രോഗം വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പാരമ്പര്യമായിട്ട് നമ്മൾ സിസ്റ്റുള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് ഇവരുടെ നേരത്തെ തന്നെ സ്കാൻ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം അവർക്ക് സിസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ ബ്ലഡ് പ്രഷർ കൂടാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളും പിന്നെ ആഹാരക്രമങ്ങളും പിന്നെ സിസ്റ്റിൻ്റെ വലിപ്പം കുറയ്ക്കാനുള്ള മരുന്നുകൾ കൊണ്ട് നമുക്ക് വൃക്ക ഡാമേജ് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കും. വേറൊരു അസുഖമാണ് ആൽപോർട്ട് സിൻഡ്രോം. ഈ ആൽപോർട്ട് സിൻഡ്രോം ശരിക്കുള്ള ഏറ്റവും പ്രധാനം ഈ X ക്രോമോസോമിൽ കൂടിയാണ് പകരുന്നത്. അതിൽ പ്രധാനമായിട്ട് ആൺകുട്ടികളിലാണ് ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ വരുന്നത്. അപ്പം നമുക്ക് കുടുംബത്തിൽ ഒരാൾക്ക് ഈ ആൽപോർട്ട് സിൻഡ്രോം ഉണ്ടെങ്കിൽ അവരുടെ പെൺമക്കൾക്ക് ഇതിൻ്റെ ജീൻ മാത്രമേ ട്രാൻസ്മിഷൻ, അവർ കാരിയേഴ്സാണ്, പക്ഷേ അവർക്ക് അസുഖം വരത്തില്ല. പക്ഷേ അവർക്ക് ആൺപിള്ളേരുണ്ടെങ്കിൽ അവർക്ക് ഈ അസുഖം വരാം. അപ്പോൾ ഒരു ജനറേഷൻ സ്കിപ്പ് ചെയ്തിട്ടാണ് ഈ അസുഖം വരുന്നത്. ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ കേൾവിക്ക് പ്രശ്നം, കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട്, പിന്നെ ചെറുപ്രായത്തിൽ ചിലപ്പോൾ മൂത്രത്തിൽ രക്തമയം കാണുക, ഇത് വർദ്ധിക്കാതിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ അസുഖങ്ങൾ നമുക്ക് നേരത്തെ തന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുക. പക്ഷേ എന്നാലും ഈ ജനറ്റിക് ഡിസീസ് ഉള്ളതുകൊണ്ട് അവർക്ക് ഭാവിയിൽ ഇവർക്ക് ഡാമേജ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വേറെ കണ്ടുവരുന്നതാണ് മൂത്രത്തിലെ കല്ലുകൾ. നമ്മൾ തെക്കൻ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഓക്സലോസിസ്, ഹെറിഡിറ്ററി ഓക്സലോസിസ് പറഞ്ഞൊരു അസുഖം വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. ഇവരിലെ ഫാമിലീസിൽ തന്നെ പലവർക്ക് ഈ വൃക്കകളിൽ കല്ല് വരാം. ഇവർക്ക് ചിലവർക്ക് വൃക്ക തകരാറും വരും. ഇതിൻ്റെ തകരാറ് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ കരളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ, ഒരു എൻസൈം കുറവാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നം. അപ്പം ഇങ്ങനത്തെ രോഗികൾ നമ്മൾ വൃക്ക ഡാമേജ് വരുമ്പോഴത്തേക്ക് നമ്മൾ വൃക്ക ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമല്ല കരളും കൂടി നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുകയാണെങ്കിൽ ഈ എൻസൈം, ഈ കരൾ, ഹെൽത്തി ലിവർ ഈ എൻസൈം
പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ കല്ല് വരാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾക്ക് നമുക്ക് എടുക്കാം. പിന്നെ വരുന്നതാണ് ചിലതരം ഗ്ലോമറ ഡിസീസസ്. ഈ കോംപ്ലിമെൻറ്റ് ഡെഫിഷ്യൻസീസ് കൊണ്ട് ഇങ്ങനത്തെ പാരമ്പര്യമായിട്ട് മൂത്രത്തിൽ പ്രോട്ടീൻ അംശം കാണുക, മൂത്രത്തിൽ രക്തമയം കാണുക, ബ്ലഡ് പ്രഷർ കൂടുക, ഇവരെല്ലാം ചിലപ്പം ഭാവിയിൽ കിഡ്നി തകരാറ് വരാം. പിന്നെ അതുപോലെ ഈ കോംപ്ലിമെൻറ്റ് ജീനിൻ്റെ തകരാറ് കൊണ്ട് ഹീമോളിറ്റിക് യുറിമിക് സിൻഡ്രോം ഇങ്ങനത്തെ അസുഖങ്ങൾ കൊണ്ടും ചിലവർക്ക് പാരമ്പര്യമായിട്ട് വൃക്ക തകരാറ് വരാം. ഈ പാരമ്പര്യമായിട്ടുള്ള വൃക്ക തകരാറ് പറയുന്നത് എന്തൊക്കെയാണ്, നമുക്ക് അതിൻ്റെ പ്രധാന കാരണം നമുക്ക് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് പാരമ്പര്യമായിട്ട് ഈ വൃക്ക അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇവർക്ക് റിസ്ക് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെതായ നമുക്ക് ചിലതരം ജീവിതശൈലി അതുപോലെ ചിലതരം മരുന്നുകൾ നമുക്ക് ചെയ്താൽ വൃക്ക ഡാമേജ് വരാതിരിക്കാനും പിന്നെ വന്നു കഴിഞ്ഞാൽ അത് വർദ്ധിക്കാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം. പിന്നെയുള്ള പ്രോബ്ലമാണ് വൃക്ക തകരാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ജനറ്റിക് ഡിസീസ് സംബന്ധിച്ച് ചിലതരം ജനറ്റിക് ഡിസീസ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാറ്റി വെച്ച് വൃക്കയിന് ഡാമേജ് ചെയ്യാം. ഇത് പ്രത്യേകിച്ച് ഒരു ഹീമോളിറ്റിക് യുറിമിക് സിൻഡ്രോം അങ്ങനത്തെ ആളുകൾ നമുക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താലും ആ മറ്റേ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വൃക്കയിനെ ഡാമേജ് ചെയ്യാം. പിന്നെ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ വൃക്ക ദാതാവിനെ എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യും? ഇപ്പോൾ ജനറ്റിക് ഡിസീസ് ഉള്ള കുടുംബങ്ങളിലാണെങ്കിൽ ചിലപ്പം വൃക്ക ദാതാവിന് ചിലപ്പോൾ ഈ ജനറ്റിക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ഈ കിഡ്നി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഭാവി വൃക്ക ഡാമേജ് വരാം. അതുകൊണ്ട് ഇങ്ങനത്തെ വൃക്ക ദാതാവ് നമ്മൾ ചിലപ്പം ജനറ്റിക്കായിട്ട് നമ്മൾ സ്ക്രീൻ ചെയ്യും. ഇപ്പോൾ തന്നെ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസോ പാരമ്പര്യമായിട്ട് ഞാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞ മാതിരി ഈ ഡോണർ നമ്മൾ നേരത്തെ നമ്മൾ സ്ക്രീൻ ചെയ്യും. അവരുടെ അൾട്രാസൗണ്ട് സ്കാനോ CT സ്കാനോ എടുത്തിട്ട് അവർക്ക് സിസ്റ്റ് വല്ലതും ഉണ്ടോ, സിസ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് പറയാം നിങ്ങൾക്ക് ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ടോ, നിങ്ങൾക്ക് അപ്പം വൃക്ക ദാതാവാൻ പറ്റത്തില്ല. അല്ല ചിലപ്പോൾ നമുക്ക് പിന്നെ വൃക്കദാതാവിൻ്റെ നമുക്ക് അവരുടെ ജനറ്റിക് ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നമുക്ക് അവരെ സ്വീകരിക്കാം. അപ്പോൾ ഈ പാരമ്പര്യമായിട്ട് വരുന്ന വൃക്ക രോഗങ്ങൾ അപൂർവമാണെങ്കിൽ പോലും അത് നേരത്തെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അത് പിന്നെ വൃക്ക ഡാമേജ് വരാതിരിക്കാനും പിന്നെ വന്നു കഴിഞ്ഞാൽ വർദ്ധിക്കാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം. അതുകൊണ്ട് ഇത് നേരത്തെ കണ്ടുപിടിക്കുന്നത് വളരെ പ്രാധാന്യമാണ്. നന്ദി, നമസ്കാരം.